അലൂമിനിയം പാനുകൾ ഞങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കാറുണ്ട്. തോരനുണ്ടാക്കാനും ഫ്രൈ ചെയ്യാനും എന്നു വേണ്ട ഒട്ടുമിക്ക പാചക ആവശ്യങ്ങൾക്കും ഇത് വളരെ അനുയോജ്യവും ഏറെ സൗകര്യവുമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കി അലൂമിനിയം പുളിരസമുള്ള പദാർത്ഥങ്ങളുമായി രാസപ്രവർത്തനം നടത്തുന്നു, ഇത് ഭക്ഷണത്തിൽ കലരുന്നു, ഈ ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷമാണ് എന്ന കാര്യം. അങ്ങനെയാണ് ഞാൻ അലൂമിനിയം പാൻ ഒഴിവാക്കി സ്റ്റീൽ പാൻ വാങ്ങിക്കുന്നത്. വളരെ കുറച്ചുകാലം ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്റ്റീൽ പാത്രങ്ങളിൽ ചൂട് എളുപ്പം വ്യാപിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ചൂട് തട്ടുന്ന ഭാഗത്ത് പാചകം ചെയ്യുന്നത് കരിഞ്ഞു പോകുന്നു എന്ന കാര്യം. പിന്നീട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ട്രിപ്പിൾ എ പാനുകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. താഴെയും മുകളിലും സ്റ്റീലും നടുവിൽ അലൂമിനിയവും വരുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. താഴത്തെ സ്റ്റീൽ പ്ലേറ്റ് ചൂടായാൽ ആ ചൂട് തൊട്ട് മുകളിലുള്ള അലൂമിനിയം പ്ലേറ്റ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ മുകളിലെ ലെയറിൽ എത്തുമ്പോഴേക്കും താപം ഏറെക്കുറെ ഒരുപോലെ പരക്കുന്നു. ഇതിൽ പാചകം എളുപ്പമാണ്. മുൻപ് ഉപയോഗിച്ച പാത്രങ്ങളിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഫ്ലെയിം തട്ടുന്ന ഭാഗം കരിഞ്ഞു പോകുന്നു എന്ന പ്രശ്നമില്ല. അലൂമിനിയത്തിലേതുപോലെ രാസപ്രവർത്തനം നടക്കുന്നു എന്ന പേടിയുമില്ല. പക്ഷേ ഭാരം ഇത്തിരി കൂടുതലാണ്, വിലയും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട. താങ്ക്